അത് ഈ ഫ്ലെയിമായിട്ട് ബന്ധം. അതെ, ഈ ഫ്ലെയിമായിട്ടല്ല അതിൻ്റെ ബന്ധം. അത് നമ്മുടെ അകത്തിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചില ഡിസയർ. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ അകത്ത് ഡിസയർ. ഈ സെക്കൻഡ് ചക്ര എന്ന് പറയുന്നത് ടീനേജിൽ നന്നായിട്ട് ആക്റ്റീവ് ആകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന നല്ല ഇതെന്ന് നമുക്ക് തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഏത് കാര്യത്തിൽ? ഇപ്പോൾ ഒരാളിനെ തന്നെ കണ്ടെന്ന് വെച്ചോളൂ. ഒരാളിനെ നമ്മൾ കാണുമ്പോഴത്തേക്കും അയാളെ കണ്ട് പിടിക്കില്ല, അഴുക്ക എന്നങ്ങ് തോന്നിക്കാം. ഒരാളിനെ കാണുമ്പോൾ അതെന്താണ് ഇയാൾ അഴുക്കാന്ന് നമുക്ക് തോന്നിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇയാൾ ആൾ കൊള്ളില്ല, സൂക്ഷിക്കണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ വേറൊരാളിനെ കാണുമ്പോഴത്തേക്കും തോന്നിക്കും ഇയാൾ കൊള്ളാമല്ലോ എന്ന് തോന്നിക്കും. ഇത് ഈ ധാരണയൊക്കെ മാറും അടുക്കുമ്പോൾ, പക്ഷെ എന്നാലിങ്ങനെ തോന്നിക്കും. അപ്പോൾ ഈ തോന്നിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ച് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ നമുക്ക് വരുന്ന ചില എക്സ്പീരിയൻസുകളെ നമ്മൾ അറിയാതെ ഹോൾഡ് ചെയ്യും. നല്ലൊരു കണ്ണുള്ള ഒരു പെണ്ണിനെ കണ്ടെന്ന് വെച്ചോളൂ. നമുക്ക് നല്ല കണ്ണുള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. കണ്ടു, ആ കണ്ണങ്ങ് രജിസ്റ്റർ ചെയ്യുന്നു. എന്നങ്ങ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ആ കണ്ണവിടെ രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട്. കാരണം അത് നല്ലൊരു ഭംഗിയുള്ള കണ്ണ്. അപ്പോൾ നല്ലൊരു ചുണ്ടുള്ള വേറൊരാളിനെ കാണുക, കൊള്ളാമല്ലോ, ഇത് വരച്ച് വെച്ച പോലെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും അതിനകത്തില്ല. അതും അവിടെ കിടക്കുക. അങ്ങനെ നമ്മൾ ജീവിച്ച് വരുന്ന വഴിക്ക് നല്ല കണ്ണ്, നല്ല ചുണ്ട്, നല്ല മുടി, നല്ല പുരിയം, നല്ല ഐലാഷസ്, നല്ല കവിള്, ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമല്ലോ. ഇതെല്ലാം നമ്മളുടെ ഏതോ സംഗതി പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ വൈബുമായിട്ട് പോകുന്ന ഒരു സാധനത്തിന് നമുക്ക് നല്ലതെന്ന് തോന്നിക്കുകയാണ്. നമ്മുടെ ഇതുമായിട്ട് പോകാത്ത പാസ്റ്റിൽ നിന്ന് ഒരു കാര്യം ആ പാസ്റ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ഇതാണ് ഐഡിയൽ ഇമേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞുകൂടി ഈ പ്രോസസ്സാണ്, സൈക്കോളജിയിലുണ്ടത്. നമ്മളൊരു ഐഡിയൽ ഇമേജ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും. അതുകൊണ്ടാണ് ചിലരെ കാണുന്നത് പെട്ടെന്ന് ഇഷ്ടപ്പെടും, ചിലരെ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ ഇമേജസ് എല്ലാം ഫ്രാഗ്മെൻ്റ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു ഐഡിയൽ ഏതാണ്ട് രൂപപ്പെട്ടുകൊണ്ട് വരിക. അങ്ങനെ ഒരാളിനെ പുറത്ത് നമ്മൾ കാണുന്നു, ഇതെല്ലാം കൂടെ ഏതാണ്ടൊക്കെ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ അതൊരു ഐഡിയലാണെന്ന് തോന്നിക്കുന്നു. അപ്പോൾ ഇത് കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു. അവരും അതുപോലെ നോക്കുമ്പോൾ ഇതാണ്ട് ഇയാൾ തന്നെ ഐഡിയൽ എന്ന് തോന്നിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേർക്കും തോന്നിക്കും ഇത് നമ്മൾ എന്തോ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. അങ്ങനെ തോന്നിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നു, അവർക്കും തോന്നിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും കൂടെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് സൊസൈറ്റി അത് കണ്ണു വെട്ടിക്കണം, അപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്നങ്ങ് പറയാം. അവിടെ നമുക്ക് വേണ്ടി നമ്മുടെ സോളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ബാക്കി വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ ഈ രണ്ട് സോളും കൂടെ ചേർന്നല്ലേ പറ്റത്തുള്ളൂ. ഇതാണ് ട്വിൻ ഫ്ലെയിമിൽ നടക്കുന്നത് സൈക്കോളജിക്കലായിട്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴല്ല, ഇതിപ്പോൾ ഒരു 10-50 വർഷത്തിന് മുമ്പേ പറയാൻ തുടങ്ങി. എന്നിട്ട് ഈ ട്വിൻ ഫ്ലെയിമായിട്ട് അങ്ങ് ജീവിച്ച് വരുമ്പോഴാണ് അറിയുന്നത് ഇത് മഹാനാശത്തിൻ്റെ അഗ്നിപർവ്വതമാണെന്ന്. പിന്നല്ലാതെ അതിനല്ലേ യോഗത്തിന് പോണത്. എന്തെന്ന് വിചാരിച്ച് യോഗത്തിനൊക്കെ പോണത് നമ്മൾ ഇതിനല്ലേ. അപ്പം അതാണ്, അങ്ങനെയാണ് അത് വരുന്നത്. അതിൻ്റെ റൂട്ട് നോക്കിയാൽ അറിയാം ഇവിടെ നിന്നാണ് അത് കയറി വരുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണത്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ഒന്നും നോക്കാതെ കിട്ടിയ ഫ്ലെയിം തന്നെ നമ്മുടെ ഫ്ലെയിം എന്ന് വിചാരിച്ചോണ്ട് പോയാ. അതെ, ഇത് തന്നെ നമ്മുടെ ഫ്ലെയിം എന്ന് പറഞ്ഞു അങ്ങ് പോയാൽ ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ പോകും.